ആത്മാവിലെയാമീനിലെ അജപായി പൂക്കും പൂവേ ആ ചേലിലയൊളിയാലെ ആലം മഴകായി തീരേ. ഇത് ചേട്ടൻ്റെ രഹനത്താടെ ഫോട്ടോ താഴെ വെച്ചിട്ട് എൻ്റെ ഫോട്ടോ ഭയങ്കര വലുതാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ സീരിയസ്ലി എനിക്ക് ഭയങ്കര സങ്കടമാണ് തോന്നിയത്. പല പാട്ടുകളും എനിക്ക് തോന്നുന്നു ഞാൻ വായ കൊണ്ട് പാടാൻ പോലും എനിക്ക് പേടി വരാറുണ്ട്. സിനിമയിലേക്ക് സിനിമയിലേക്ക് എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ടൊന്നും കലാകാരൻ എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും എന്താ പറയണ്ടേ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു സാധനം എൻ്റെ മൈൻഡിൽ വന്നതായിരുന്നു. അങ്ങനെ ഒരു സാധനം വന്ന മ്യൂസിക് ആണ് എനിക്ക് ഫസ്റ്റ് വന്നത്. നമ്മുടെ ഈ ഓട്ടോഗ്രാഫ് ഒക്കെ എഴുതി വെക്കൂലേ, ആ സമയത്തൊക്കെ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ച് മാത്രം വെച്ചൊരു സാധനമായിരുന്നു അത്. ഇന്നും അത് ആളുകളുടെ മനസ്സിലുണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. ഫ്ലൈറ്റിൽ കയറി മോൻ ആദ്യം നടന്നു, പെട്ടെന്ന് ഒരാൾ സൈഡിൽ നിന്ന് ഹംദാനല്ലേ. അപ്പൊ ഈ സാധനം കേട്ടപ്പോ ഞാൻ വിചാരിക്കുന്നത് നോർമലി ഏതെങ്കിലും കോ പാസഞ്ചേഴ്സ് ആയിരിക്കും വിളിക്കുന്നതാ. വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ് ആണ് എന്ത് ചന്തമാണ് പെണ്ണെ. അത് ഈ സമയത്ത് ഇറങ്ങുന്നുണ്ടായെങ്കിൽ എങ്ങനെയായിരിക്കും? എനിക്ക് അങ്ങനത്തെ ഒരു തോട്ട്സ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു തോട്ട്സ് എനിക്ക് വന്നപ്പോഴാണ് എന്താ പറയണ്ടത്, എന്ത് ചന്തമാണ് പെണ്ണെ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രേമത്തിൻ പനിപ്പൂണ്ടൻ ഹൃദയത്തിനകം പുള്ളി ഉമ്മരക്കോലായിൽ വിറച്ചിരിക്കേ. അഭിനയിച്ചൊരു പയ്യനുണ്ട് അർഷാദ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ എന്ത് ചന്തമാണ് പെണ്ണെ ഹിറ്റ് അടിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് 2 ഓപ്ഷൻസാണ് തന്നത്. ഹംദാനെ, എനിക്ക് ഈ പാട്ടിൽ നിന്ന് എനിക്ക് ഇത്ര എമൗണ്ട് വന്നിട്ടുണ്ട്, നിനക്ക് അതിന് എത്ര പൈസയാണ് വേണ്ടതെന്ന് നിനക്ക് തരാം, അതല്ലെങ്കിൽ ആ എമൗണ്ടിന് നമുക്ക് നെക്സ്റ്റ് ഒരു ആൽബം ചെയ്യാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ പുള്ളി. നീ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നീ പറയുന്ന ക്രൂസിന് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ബിഗ് ബഡ്ജറ്റിലൊരു സംഭവം ചെയ്യാന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ജോത്സ്ന ചേച്ചി ഞാനും കൂടിയിട്ടായിരുന്നു. ഞാനൊന്നും സ്വപ്നത്തിൽ പോലും തിങ്ക് ചെയ്യാത്തൊരു സംഭവമാണ് എന്ത് ചന്തമാണ് പെണ്ണെ ഹിറ്റ് അടിച്ച് നിൽക്കുന്നു. ആ സമയത്ത് അതിൻ്റെ തന്നെ പ്രൊഡ്യൂസർ പറയുന്നു എന്തെന്ന്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗറെ കൂടെ നിനക്ക് നെക്സ്റ്റ് ഒരു വർക്ക് ചെയ്യാമെന്ന്. അങ്ങനെയായിരുന്നു എൻ മനസ്സറിയാതെ എന്നൊരു സോങ് ഉണ്ടായിരുന്നു. എൻ മനസ്സറിയാതെ നീ എന്നും പരം കാണാതെ നീ പോയി മറഞ്ഞുവോ. ആ പാട്ടിൽ അഭിനയിച്ചതായിരുന്നു അൻസിബ, ഇന്നത്തെ നമ്മുടെ മലയാളം ദൃശ്യം മൂവിയിലൊക്കെയുള്ള അൻസിബ. അൻസിബയുടെ ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത് ഞാൻ പാടിയ പാട്ടാണ്. ഞാനും ജോത്സ്ന ചേച്ചിയും കൂടെ പാടിയ പാട്ടായിരുന്നു. അതിൽ അഭിനയിച്ചിട്ടുള്ളത് ഈ അർഷാദാണ്, നമ്മുടെ സുന്ദരിയാവാല അഭിനയിച്ചിട്ടുള്ള അർഷാദ്. യെസ്. അപ്പോൾ അർഷാദിനെ കുറിച്ചൊക്കെ ഇപ്പം പറയേണ്ടി വന്നു. അതെ, ഫ്രാങ്കോ ചേട്ടനെ കുറേ ആൾക്കാരെ ഓർമ്മ. പിന്നെ ഷാനുക്ക ഈ പറഞ്ഞ പോലെ തന്നെ സാജിദ പാട്ടും, പിന്നെ അതുപോലെ തന്നെ കൽബിൽ നീയാണ് എൻ്റെ ഷാഹിന. ഒരു സമയത്തേക്ക് എനിക്ക് തോന്നേ ഇപ്പം നമ്മൾ ഞാനൊക്കെ എനിക്ക് ഗ്രാമത്തിലാണ്, തിരുനെല്ലൂർ എന്ന് പറഞ്ഞ ഗ്രാമമാണ് എൻ്റെ നാടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പം മദ്രസയിലൊക്കെ പോയിട്ട് വരുന്ന സമയം, അല്ലെങ്കിൽ സ്കൂളിലോട്ടൊക്കെ പോകുന്ന സമയം, അല്ലെങ്കിൽ സ്കൂളിൽ വിട്ട് വരുന്ന സമയം, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്ന സമയത്ത് ഓരോരോ വീടുകളിൽ നിന്ന് ഭയങ്കര ഉറക്കെ ഇങ്ങനെ പാട്ട് കേൾക്കാം. ഒന്നുകിൽ ലാവതിക്കണ നേരമായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയണ്ടേ മറ്റേ ഈ പറഞ്ഞ പോലെ തന്നെ സുന്ദരിയാവായിരിക്കും, ചെമ്പകമയായിരിക്കും, അല്ലെങ്കിൽ ഫാത്തിമ ആയിരിക്കും, ദിൽഹെ ഫാത്തിമ, ദിൽഹെ ഫാത്തിമ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അതെ, ഒരു ഇപ്പോഴും നമുക്ക് എന്താ പറയുക ഓർക്കുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. തീർച്ചയായിട്ടും. അതെ, പണ്ടത്തെ ഒക്കെ ട്രെൻഡ് എന്ന് പറയുന്നത് CD-യാ. അതെ. അപ്പൊ CD-യിലൊക്കെ ഒരു ഫോട്ടോ വരുവാന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ കാര്യം. അതൊന്നും ഡിസ്ക്രൈബ് ചെയ്യാമോ? അതെന്താ? CD-യേക്കാൾ മുന്നേ എനിക്ക് തോന്നുന്നത് കാസറ്റിലും പാടിയിട്ടുണ്ടായിരുന്നു ഞാൻ. എന്റേതാണ് ഹാജറ എന്ന് പറയുന്ന ആ പാട്ട് കാസറ്റാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അഴകിയ നവി എന്ത് ചന്തമാണ് പെണ്ണെ, അതും കാസറ്റും CD ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ വരുന്നൊരു CD പോപ്പുലറായിട്ട് വരുന്നൊരു സമയത്ത് ആളുകൾക്ക് ഡൗട്ട് ഇതാണിതല്ലോ, മീൻസ് ഈ കാസറ്റിൽ നിന്ന് അപ്ഗ്രേഡ് ആവുകയും ചെയ്തു, എന്നാൽ പിന്നെ CD ആണെങ്കിൽ കംപ്ലീറ്റ്ലി എന്താ പറയണ്ടേ എല്ലായിടത്തും എത്തിയിട്ടില്ല, അങ്ങനത്തെ ഒരു സമയമായിരുന്നു. അപ്പോൾ CD-യും കാസറ്റും റിലീസ് ചെയ്തിട്ടുണ്ട് അഴകിയനാവിൻ്റെ. പിന്നെ അതുപോലെ തന്നെ അന്നൊക്കെ ഇതിൻ്റെ പാട്ടിൻ്റെ എന്താ പറയണ്ടേ ആൽബം അവർ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം എൻ്റെ എന്ത് ചന്തമാണ് പെണ്ണെ കഴിഞ്ഞതിന് ശേഷം തേൻ എന്ന് പറയുന്ന വർക്കിൽ വിധുപ്രതാവ് പാടിയിട്ടുണ്ട്, പിന്നെ രഹനത്തെ പാടിയിട്ടുണ്ട്, താജുക്ക പാടിയിട്ടുണ്ട്, എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള സിംഗേഴ്സൊക്കെ പാടിയിട്ടുള്ളതാണ്. പക്ഷെ അന്ന് അവർ ആ CD-യിലുണ്ട് എൻ്റെ ഫോട്ടോ ഭയങ്കര വലുതായിട്ട് വെച്ചിട്ടുണ്ട്. വിധുപ്രതാപിൻ്റെ വിധുചേട്ടൻ്റെ ഫോട്ടോ അത് താഴെയിലും, കണ്ടപ്പോ എന്താ തോന്നിയത്? അങ്ങനെ വിധുചേട്ടൻ്റെ രഹനത്താടെയും ഫോട്ടോ താഴെ വെച്ചിട്ട് എൻ്റെ ഫോട്ടോ ഭയങ്കര വലുതാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ സീരിയസ്ലി എനിക്ക് ഭയങ്കര സങ്കടമാണ് തോന്നിയത്. മീൻസ് എന്താ പറയുക, അവരൊക്കെ എത്രയോ വലിയ പാട്ടുകാരാണ്. ഞാൻ വെറും ഒരൊറ്റ പാട്ട് കൊണ്ട് ഹിറ്റായി എന്ന് കരുതിയിട്ട് എന്താ പറയണ്ടേ എൻ്റെ ഫോട്ടോ അങ്ങനെ വലുതാക്കി വെക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു സീരിയസ്ലി. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് തന്നെ വിളിച്ച് ചോദിച്ചു, അയ്യോ നിങ്ങളെന്താ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, വിധുചേട്ടൻ്റെ ഫോട്ടോ നിങ്ങൾ വലുതാക്കി വെക്കണം. ഇനി ആളെ തെറ്റിയെന്ന് അറിയില്ല, പലപ്പോഴും
പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ആളെ കാണാൻ തെറ്റിട്ടാണെന്ന് വേണ്ടിയിട്ട് വിചാരിച്ചു. വിധുവിന്റെ ഒരു ലുക്കാണെന്നൊക്കെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ വല്ലതും ആണോ എന്ന് അറിയില്ലല്ലോ. മാറിപ്പോയതാ. അതെ. എന്നിട്ടപ്പോൾ അവർ പറഞ്ഞു ഇല്ല അത് മാർക്കറ്റിൽ ആരാണോ ഇപ്പോൾ ഹിറ്റായി നിൽക്കുന്നത് അവരുടെ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സീരീസ് ഒക്കെ ചെയ്യാന്നുള്ള ഒരു സംഭവം. അതെ. അതും കഴിഞ്ഞിപ്പോൾ എനിക്ക് വന്ന് ഈ പറഞ്ഞ പോലെ തന്നെ സ്പോട്ടിഫൈയുടെ ഒരു കാലമായി ഇപ്പോൾ. അന്ന് എന്താ പറയുക കാസറ്റ്സ്, സി ഡി, പിന്നെ USB, ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിപ്പോൾ സ്പോട്ടിഫൈ, അതെ. യൂട്യൂബ് ആ ഒരു ട്രെൻഡാണല്ലോ ഇപ്പോൾ. അതെ. ഇക്ക സിനിമയിലേക്ക് ഒരു അരങ്ങേറ്റം കുറിക്കാനായിട്ട് സിനിമയിലേക്ക് എന്ന് ഇഷ്ടമുണ്ടോ? പറഞ്ഞതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ എൻ്റെ ലിമിറ്റേഷൻസ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു സിംഗറാണ്. എനിക്ക് പറ്റാവുന്ന പാട്ടുകൾ പാടുക, പിന്നെ അതുപോലെ തന്നെ പറ്റാത്തതാണെങ്കിൽ അത് കേൾക്കാൻ മാത്രമേ ട്രൈ ചെയ്യാറുള്ളൂ. പല പാട്ടുകളും എനിക്ക് തോന്നുന്നു ഞാൻ വായ കൊണ്ട് പാടാൻ പോലും എനിക്ക് പേടി വരാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ അത്രയും ഫേവറേറ്റ്സ് ഒക്കെ ആയിരിക്കാം. പക്ഷേങ്കിൽ എന്താ പറയണ്ടേ ഒരു അവരത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു എന്ന് കരുതുമ്പോൾ ഞാൻ എന്ത് ചെയ്യും മെല്ലെ ബാക്കോട്ട് അടിക്കും. ഉം. പാടാൻ ശ്രമിക്കാറ് പോലും ഇല്ല അത്. അത് വെറും ആസ്വാദനം മാത്രമായിട്ട് അങ്ങനെ എടുക്കും. പിന്നെ നമ്മളുടെ ഈ ലൈറ്റ് മ്യൂസിക് ടൈപ്പ് ഓഫ് സോങ്സുകൾ അങ്ങനത്തെ ഒക്കെ പാട്ടുകൾ നമ്മുടെ ജോണറായിട്ട് വരുന്ന ഏതെങ്കിലും പാട്ടുകൾ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഇപ്പം എനിക്കിപ്പം വരുന്നത് നമ്മുടെ അർജുൻ വി അക്ഷയ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അവരുടെ ഒരു പാട്ടുണ്ടായിരുന്നു മറ്റേ അല്ല അവളെൻ്റെ പെണ്ണാകണേ അല്ല എൻ്റെ കൈവിട്ട് പോകരുതേ അല്ല കയ്യെത്തും ദൂരത്തുണ്ടവനെ അല്ല നമ്മുടെ വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ട്. ആ പാട്ട് ഞാൻ ഇതുപോലെ റീലൊക്കെ വെറുതെ പാടാൻ വേണ്ടി ഞാൻ റീൽസായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് എന്താ പറയണ്ടേ നമ്മളെ പാട്ട് ഫ്രഷ് സോങ്സ് പാടുന്നുണ്ടെങ്കിൽ കൂടെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ റീൽസും ഈ കവർ സോങ്സൊക്കെ പാടിയിടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പാടിയിട്ട പാട്ടായിരുന്നു അത്. അപ്പോൾ അതിൽ ഏതോ എൻ്റെ ഫ്രണ്ട് ആരോ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറെ അതിൽ ടാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അർജുൻ വി അക്ഷയ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്കുണ്ട് ഒരു ദിവസം എനിക്കൊരു മെസ്സേജൊക്കെ ബ്രോ എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, അപ്പോൾ അതിലൊരു ടൈറ്റിൽ സോങ് ഉണ്ട്, പാടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ അപ്പോഴും റിപ്ലൈ സെയിമോ കൊടുത്തേ, ബ്രോ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പ്രോ സിംഗർ അല്ല ഒരിക്കലും ഞാൻ. എനിക്ക് എൻ്റെ ജോണേഴ്സ് എന്താണോ അതേ എനിക്ക് പാടാൻ പറ്റൂ എന്നുള്ളൊരു അപ്പം പുള്ളി പറഞ്ഞു അത് നമുക്ക് പ്രോബ്ലം ഇല്ല ബ്രോ നമുക്ക് സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അവൻ എന്നെ കൊണ്ട് ആ പാട്ട് പാടിപ്പിച്ചിരുന്നു. പക്ഷേ അവൻ പാടിയ വേർഷനാണ് അതിൽ ആ ഷോർട്ട് ഫിലിമിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഫ്രഷ് സോങ് വന്ന സമയത്ത് എന്നെ വിളിച്ചിരുന്നു. ഇതേ സെയിം പോലെ തന്നെ ഞാൻ നാട്ടിൽ പോയി തൃശ്ശൂർ പോയിട്ട് തൃശ്ശൂർ നമ്മുടെ അനൂപ് ശങ്കറിൻ്റെ സ്റ്റുഡിയോയിൽ ഓം എന്ന് പറയുന്ന സ്റ്റുഡിയോയിൽ പോയിട്ട് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ജന്നത്തിൻ വാതിൽ എന്ന് പറഞ്ഞൊരു പാട്ട്. ഇനിയിപ്പോൾ അത് റിലീസ് ആവാനായിട്ടുണ്ട്. അതുപോലെ തന്നെ അർജുൻ്റെ തന്നെ വേറെ നമ്മുടെ സുഹേൽ സുൽത്താൻ എഴുതിയിട്ടുള്ള താമരപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു വേറെ വർക്ക് റിലീസ് ആവുന്നുണ്ട്. ടോട്ടൽ ഒരു 7 സോങ് ഇപ്പം ഈ ഒരു വർഷത്തിൽ പാടി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഈച്ച് ആൻഡ് എവരി മന്തിൽ 1 by 1 ആയിട്ട് ഇപ്പൊ റിലീസ് ആവും. മൊത്തത്തിൽ എത്ര സോങ്സ് പാടിക്കാണും? എന്തായാലും ഒരു 100 ഉണ്ടായിരിക്കും ഷുവറായിട്ട്. അതെ 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 സെഞ്ചുറി അടിച്ചു. അതെ സെഞ്ചുറിയാണ്. അതെ അതെ ഇതിൽ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിരുന്നു പെട്ടെന്ന് പാടാൻ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു സോങ് ഇതാ ഇക്ക അതിൽ പാടി. അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പം മക്കത്ത് കൂത്തരു എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ അത് രഹനത്ത പാടിയിട്ടുള്ളൊരു പാട്ടാണത്. അപ്പോൾ ആ സമയത്ത് അത് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ആ പാട്ട് നമ്മളത് ഏതോ എനിക്ക് തോന്നുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ രഹനത്തെ പാടിയിട്ട് മീഡിയ വണ്ണിലാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സിമിയുടെ ഉപ്പ എൻ്റെ വൈഫിൻ്റെ ഉപ്പ ആ പാട്ടിങ്ങനെ കേട്ടിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഈ പാട്ടൊന്ന് ട്രൈ ചെയ്തൂടെ എന്ന്. നമ്മൾ എന്തെന്ന് വെച്ചാൽ പട്ടർമാൽ നമ്മുടെ കീബോർഡിസ്റ്റ് ഉണ്ടായിരുന്ന ഹേമൻ ചേട്ടൻ തിരുവനന്തപുരത്തുള്ള അങ്ങനെ ഹേമൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഹേമൻ ചേട്ടൻ പറഞ്ഞു ഓ ഞാൻ നല്ലൊരു ഓർക്കസ്ട്രയൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അതിന് അടിപൊളിയായിട്ട് നല്ല ലൈവായിട്ട് നല്ലൊരു കിഡിലൻ പോലത്തെ ഓർക്കസ്ട്രേഷൻ ചെയ്തു തന്നു. ആ പാട്ട് നമ്മളൊരു കവർ വേർഷൻ പോലത്തെ ഒരു സംഭവം നമ്മളതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു അത് റിലീസ് ചെയ്തു. അത് റിലീസ് ചെയ്ത് നോക്കുമ്പം ആ സാധനങ്ങൾ കയറി ഹിറ്റായി. അപ്പോൾ ആളുകൾക്ക് അറിയില്ല അങ്ങനത്തെ ഒരു പാട്ട് മുന്നേ ഇറങ്ങിയെന്ന് അറിയില്ല. ഇതൊരു ഫ്രഷ് സോങ് ആയിട്ടാണ് ആളുകൾ തന്നെ അക്സെപ്റ്റ് ചെയ്തത്. അതെ. ഇന്നും നമ്മളെ പലരും അറിയപ്പെടുന്നത് മക്കത്ത് കൂത്തൊരു പാടിയ അതല്ലേ സംഭവം. സത്യം പറഞ്ഞാൽ അത് കവറാണ്. അതൊരിക്കലും ഞങ്ങളുടെ ഒറിജിനൽ അല്ല അത്. പല വിവാദങ്ങളും പല രീതിയിലും ഉണ്ടായിട്ടുണ്ട് അത്. പക്ഷേ ഞാൻ വിവാദത്തിൻ്റെ ബാക്കിലൂടെ ഞാൻ പോവാറുമില്ല. എനിക്കെല്ലാവരും എന്താ അതെ. പറയണ്ടേ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും എന്താ പറയണ്ടേ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വിവാദങ്ങൾക്ക് പോയി അല്ലെങ്കിൽ അതിൻ്റെ കൊമേഴ്ഷ്യൽ സൈഡിലോട്ട് പോയിട്ട് അങ്ങനെ ഒരിക്കലും ഞാൻ നിൽക്കാറില്ല. അപ്പോൾ മക്കത്ത് പൂത്തൊരു എന്ന് പറയുന്ന പാട്ടാണ് ആരും ഈവൻ ഞാൻ ഇപ്പോൾ അടുത്തൊരു ദിവസം ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെ കൂടെ കളിക്കാൻ വരുന്ന ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് എന്നെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഹംദാനിക്കല്ലേ ആ അതെ എനിക്ക് മക്കത്ത് പൂത്തൊരു 2 വരി എനിക്കിത് ലൈവായിട്ട് പാടിത്തരുമെന്ന് എല്ലാവരും മുന്നിൽ ഞാൻ പാടിക്കൊടുത്ത്. ഓരോ ആളുകൾക്ക് അതെന്താ പറയണ്ടേ ഓരോ ആളുകൾക്ക് ഓരോരോ ഫേവറേറ്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫേവറേറ്റ് ഇതുവരെ പാടിയില്ല നൂറയായിരിക്കും തോന്നുന്നുണ്ട്. അതെ 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 നൂറേ നല്ല പാടാൻ കേൾക്കാൻ നല്ല ഇമ്പമാണ് ആ അതെ പാട്ട്. അതെ അതെ ആത്മാവിലെ യാമീനിലെ അജബായി പൂക്കും പൂവേ
ആ ചേലിലെ ഒളിയാലെ ആലം അഴകായി തീരെ മിഴി രണ്ടിലും ഒരു പോലെ ബഹറിൽ നീന്തും മീനെ മനതാരിലെ ദർബാറിലെ മെഹഫിൽ പാടും ഹാലേ ചിരിയാലെ യൗമനയാലും തിരിയാതായ റൂഹി അരികത്തായി വന്നാൽ അവിടെ ജന്നത്താക്കും ഹൂറി കണ്ടാലെ മുഞ്ചില് മുക്കി മജുനൂനാക്കും മാലേ ചുണ്ടാലെ മെല്ലെ തൊട്ടാലാലക്കാക്കും പോലെ നൂറേ എൻ റൂഹേ റൂഹിൽ വന്ന നിലാവേ നൂറേ നൂറേ സുന്ദരി നീയേ. ഈ പാട്ടുകൾക്ക് ഓരോ വരികൾ എഴുതുമ്പോഴേ ആ, മനസ്സിൽ എന്താ വരുന്നേ? അല്ല ഈ അതായത് പാട്ട് എഴുതിയത് നമ്മുടെ മുത്തുവാണ്. ഇലകൊഴിയെ പാട്ടൊക്കെ എഴുതിയിട്ട് പോയിട്ട് നിൽക്കുന്ന മുത്തുവാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. അല്ല, ഞാൻ കുറേ നോർമലി ഒരു നാളായിട്ട് പാട്ട് എഴുതുമ്പോ ഒരു പാട്ട് എഴുതുന്ന ഉം സമയത്ത് ഉം ഉം. ആ വരികളൊക്കെ എഴുതാനായിട്ട് ഒരു പ്രത്യേക കഴിവ് വേണം, ഈ മനസ്സിൽ നിന്ന് വരണം. തീർച്ചയായിട്ടും അതെ. അതെ, ഇപ്പോൾ എന്ത് അതെങ്ങനെ? ചന്തമാണ് പെണ്ണെ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിലുള്ളൊരു ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇതുപോലെ വീട്ടിൽ പത്രം വായിച്ചിട്ട് ഇങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ സ്കൂളിൽ മറ്റേ ഇതൊക്കെ വായിക്കാനൊക്കെ ആയിട്ടുണ്ടായിരിക്കുമല്ലോ. ഐ മീൻ എന്താ പറയുക, നാളത്തെ ചിലപ്പം അസംബ്ലിയിൽ ചിലപ്പോൾ അതെ നമ്മളായിരിക്കും അതെ ന്യൂസ് വായിക്കേണ്ട ആളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അപ്ഡേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ജസ്റ്റ് പത്രമൊക്കെ അതൊരു ഒന്ന് എടുത്ത് പോർഷനാണ്. നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു സാധനം എൻ്റെ മൈൻഡിൽ വന്നതായിരുന്നു. ഉം. അങ്ങനെ ഒരു സാധനം വന്ന ആ ഒരു മ്യൂസിക്കാണ് എനിക്ക് ട്യൂൺ ഫസ്റ്റ് വന്നു, വന്നത്. ആ ആ ട്യൂണാണ് എനിക്ക് മ്യൂസിക് ഫസ്റ്റ് വന്നു. വന്നത്. അതെ. അപ്പോൾ എനിക്ക് പേടി, അയ്യോ ഈ ട്യൂൺ ഞാൻ ഇനി മറന്നു പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. എങ്ങനായിട്ടും എനിക്ക് എന്താ പറയണ്ടേ, ഈ ട്യൂൺ മറക്കാതിരിക്കാൻ എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തവും ഉം. കിട്ടുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ നമ്മുടെ ഫോണൊന്നും മൊബൈലിൽ ഇല്ല. അതെ. റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാനിങ്ങനെ പെട്ടെന്നിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിൽ കയറി വെള്ളം മേലൊഴിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ലൈൻ കിട്ടിയേ എന്ത് അങ്ങനെ ചന്തമാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ഒരു ലൈൻ വരുന്നത് ഒരു അങ്ങനെയാണ്. വരി അതെ 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 മനസ്സിൽ അതെ പതിയുന്ന അതെ അങ്ങനെയാണ്. അതെ അതെ അതെ. ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞാല് വീട്ടില് അങ്ങനെ ഒരു ഉമ്മയാണോ കഴിവിനെ ഉപ്പയാണോ? കുറിച്ചിട്ട് ഇല്ലല്ല, അത് ഉമ്മാനെയും ഉപ്പാനെയും ഒരിക്കലും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓട്ടോമാറ്റിക്കലി വന്നൊരു സാധനമാണ് അത്. ഉം. അതിന് മുന്നേ ഞാൻ എൻ്റെതായ ഹാജറിൽ 2 പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോഴും പലരും എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എടാ നീ ഇപ്പോൾ എഴുതാറില്ലേ, നീ എന്തിപ്പോൾ എഴുതാറ്, നീ വെറും പാട്ട് മാത്രം പാടില്ല, നീ എഴുതാറുണ്ടല്ലോ ഒരുപാട് നല്ല പോലെ. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ എനിക്കറിയില്ല, അന്ന് ഞാൻ എഴുതിയതാണ് എൻ്റെ പാട്ടുകൾ. അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു 10-16 വർഷമായിട്ട് പാട്ടുകൾ എഴുതുക എന്ന് അതെ അതെ. പറയുന്നൊരു പരിപാടിയില്ല. പക്ഷെ എനിക്ക് മ്യൂസിക് ചെയ്യാൻ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഈ എക്സ്പാട്രിയേറ്റ്സ് ലൈഫ് എന്ന് പറഞ്ഞൊരു ഉം. സാധനം നമ്മളെല്ലാവരും ഈച്ച് ആൻഡ് എവറി മിനിറ്റ്സിലും എല്ലാവരും ഭയങ്കര ബിസിയാണ്. അതെ. അതിനിടയിലും പാട്ട് എന്ന് പറയുന്നൊരു സാധനം നമ്മൾ കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു സമാധാനം തരുന്ന ഒരു സാധനമാണ് ഈ പാട്ട് എന്ന് ഒരു പറയുന്നത്. സന്തോഷാണത്. തീർച്ചയായിട്ടും. അതെ. അങ്ങനെ അന്ന് ആ പാട്ട് എഴുതി തീർന്നത് എപ്പോഴാ? ഒരു ആ ദിവസം കൊണ്ട് എനിക്ക് അതോ? തോന്നുന്നു അത് പലപ്പോഴായിട്ടാണ് എഴുതി തീർന്നിട്ടുള്ളത്. എന്ത് ചന്തമാണ് പെണ്ണെ പല്ലവി എനിക്ക് തോന്നുന്നു ആ ഡേ ഇറ്റ് സെൽഫ് തന്നെ ആ ആ ആ ദിവസം തന്നെ ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് എഴുതി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂൺ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈൻസാണ് ഞാൻ ആദ്യം എഴുതി വെച്ചത്. അപ്പോൾ അതായത് ആ എന്ത് ട്യൂണിന് ചന്തമാണ് പെണ്ണെ പറ്റിയുള്ള ലൈൻസാണ് കറക്റ്റ് ലൈൻസ്. എഴുതിയിട്ടുണ്ടായിരുന്നത്. അതെ. അപ്പോൾ അന്നേരം ആ ട്യൂൺ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആ വരികൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് അതങ്ങനെ വിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടുത്തൊരു സാധനം വരുന്നത് അതൊരു പുതിയൊരു പാട്ടായിട്ട് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയൊരു ലൈൻസ് ആയിരുന്നു. പക്ഷേങ്കിൽ അത് ഇതിനോട് കണക്റ്റ് ആയത്. മുഹബത്താലെ മുനീറാലെ നിന്നെ കണ്ടിടാൻ നാളേറെയായി കൺമണി ഞാൻ കാത്തിരിപ്പാണേ കൂട്ടുകൂടി കളിച്ചതെല്ലാം നീ മറന്നുവോ പണ്ട് കടലാസ് തോണി നമ്മൾ തുഴഞ്ഞതല്ലയോ മുഞ്ചത്തി പെണ്ണേ നീ മറയരുതേ എൻ്റെ സുന്ദരി പൂവേ നീ അകലരുതേ. അപ്പോൾ അതങ്ങനെ അനുപല്ലി വഴുതി. പിന്നെ കുറച്ച് നാളായിട്ടാണ് പിന്നെ കസവിൻ ചേലോടെ തേനൂറും കിളിയാണ് നീ എൻ്റെ മോഹങ്ങൾ പൂവണിയും അങ്ങനെ അതിൻ്റെ എന്താ പറയണ്ടേ ചരണവും എഴുതി. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ ഈ പറയുന്ന പോലെ ഇതിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്ന ടീമുണ്ടല്ലോ, മില്ലേനിയം സജിയേട്ടൻ അല്ലെങ്കിൽ ഷറഫ് ഖാനെ പോലെ, അവരൊക്കെ എനിക്ക് തോന്നുന്നു വിചാരിക്കുന്നത് ഓക്കെ ഇവനൊരു പാട്ടെഴുത്തുകാരനാണ്, അപ്പോൾ ഇവനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് കരുതിയിട്ട് അവരെന്നെ വിളിച്ചു കൊണ്ടുപോകുന്നു. ഹംദാൻ നാളെ കാലിക്കറ്റിൽ ഇത്ര ടൈമിൽ എത്തണം, നിനക്കവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്,
എനിക്ക് ആ റൂമിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഹർമൈൻ എന്ന് പറഞ്ഞിട്ടൊരു ലോഡ്ജാണ് അന്ന് കാലിക്കറ്റിൽ പാട്ട് എഴുതാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് പോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഹംദാൻ നിൻ്റെ റൂം നമ്പർ ഇത്രയാണ്. ഞാൻ വിചാരിക്കുന്നത് റൂം നമ്പറോ റൂമോ പാട്ട് എഴുതാനോ എനിക്കൊന്നും മനസ്സിലാവും. ഞാൻ ടോയ്ലറ്റിൽ നിന്ന് എഴുതിയ ഒരു പാട്ടാണ് എന്ത് ചന്തമാണെന്ന് പെണ്ണെന്ന് പറയുന്ന പാട്ട്. എന്നിട്ട് ഇവരെന്നെ വിളിച്ച് കൊണ്ട് നിർത്തി പാട്ട് എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെന്തോ എഴുതാൻ പറ്റുന്നില്ല. ഞാൻ അന്ന് സജീറിൻ്റെ അടുത്ത് പറഞ്ഞു, സോറി എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോരുക ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരിക്കലും എന്താ പറയണ്ടേ, നമ്മുടെ ജോബ് അതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, നമുക്ക് അത് അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം മുത്തു ഇലകൊഴിയ പാട്ടൊക്കെ എഴുതിയാൽ ഞാൻ കാണുന്നുണ്ട്, അവൻ ഓരോ സെക്കൻഡ്സിലും അവൻ വരികൾ എഴുതും, ഓരോ സെക്കൻഡ്സിൽ. അത് അവൻ്റെ കഴിവ്, അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ടെഴുത്തുകാരൻ എന്നുള്ളത് എനിക്ക് ഒരിക്കലും എന്താ പറയണ്ടേ, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ എന്താണ്, നിർമാതളം പൂക്കുന്നത് കുറച്ച് എത്രയോ അതെ. വർഷങ്ങൾക്ക് അതെ. എപ്പോഴൊക്കെയാണല്ലോ. അതേപോലെ എന്ത് ചന്തമാണ് പെണ്ണ് അങ്ങനെ വന്നൊരു പാട്ടാണ്. അതങ്ങനെ അതൊക്കെ എപ്പോഴും അത് അത് ആ ഫുൾ അതിന്റെ വരിയെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ആ പാട്ടൊന്ന് പാടി അപ്പോൾ തോന്നിയൊരു ആ ഒരു മൊമെന്റ് എങ്ങനെയാ ഒന്ന്? അപ്പോഴും എനിക്കത് റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതൊരു പാട്ടായിട്ട് പുറത്തു വരുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു പാട്ട് അങ്ങനെ എഴുതി വെച്ചു. നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ലവർക്കൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഓട്ടോഗ്രാഫൊക്കെ എഴുതി വെക്കൂലേ, ആ സമയത്തൊക്കെ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ച് മാത്രം വെച്ചൊരു സാധനമായിരുന്നു അത്. പിന്നീട് അത് പാട്ടായിട്ട് പരിണമിച്ചു. അതെല്ലാവരുടെയും എന്താ പറയണ്ടേ, ഹിറ്റ് ലിസ്റ്റിൽ അത് ഇടം പിടിച്ചു. ഇന്നും അത് ആളുകളുടെ മനസ്സിലുണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം അതെ. ഉണ്ടല്ലോ. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയാറുണ്ടോ? തിരിച്ചറിയാൻ വെച്ചാൽ എനിക്ക് കൂടുതൽ ഞാനും സിമ്മിയും കൂടെ നടക്കുന്ന സമയം ഉണ്ടാവില്ലേ, അപ്പോഴാണ് കൂടുതൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നെ ഒറ്റയ്ക്ക് കാണുന്ന സമയത്ത് എന്താ പറയുക, പലരും അറിയുന്ന ആളുകളുണ്ടായിരിക്കും. അവർ ചിലപ്പം ഇപ്പം റീസെൻ്റ്ലി ഞാനിപ്പം എൻ്റെ കസിൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവനായിട്ട് ഹോസ്പിറ്റലിൽ ഇറങ്ങുന്ന സമയത്ത് ലിഫ്റ്റിൽ ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഹംദാൻ അല്ലേ? അപ്പോൾ ഞാൻ അതെ. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല അവരാരെന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ അടുത്ത് ഹംദാൻ എൻ്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ചിരുന്നായിരുന്നു തോന്നുന്നു. അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ആളുകൾ എന്തായാലും എന്താ പറയുക റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞ പോലെ റീൽസും പരിപാടികളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അറിയുന്നത്. അന്ന് പറയുമ്പോൾ എന്ത് ശന്തമാണ് പെണ്ണയിൽ അഭിനയിച്ച കാസ്റ്റ് ചെയ്തവരുണ്ടല്ലോ, അവരായിരിക്കും എല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കുക. പിന്നെ അന്നും ഈ പറഞ്ഞ പോലെ ലിറിക്സ്, മ്യൂസിക്, സിംഗർ ഹംദാൻ എന്നുള്ളൊരു പേരവിടെ കാണുന്നുണ്ടല്ലോ. ആ പേര് സ്ട്രൈക്ക് ചെയ്യുന്ന പലരും ഇപ്പോഴും എന്താ പറയണ്ടേ, നമ്മുടെ ഞാൻ ഖത്തർ വെച്ചതുപോലെ ഞാനും മോനും കൂടെ ട്രാവൽ ചെയ്യായിരുന്നു നാട്ടിലോട്ട്. ഈ പാട്ട് പാടാൻ താമരപ്പൂ എന്ന് പറയുന്ന അർജുൻ വി അക്ഷയുടെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടിൽ പോകും 4 ദിവസത്തേക്ക് വേണ്ടിയിട്ട്. ഞാൻ ഫ്ലൈറ്റിൽ കയറി, മോൻ ആദ്യം നടന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ സൈഡിൽ നിന്ന് ഹംദാനല്ലേ. അപ്പോൾ ഈ സാധനം കേട്ടപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നോർമലി ഏതെങ്കിലും കോ പാസഞ്ചേഴ്സ് ആയിരിക്കും വിളിക്കുന്നതെന്നാണ്. നോക്കുമ്പോൾ എയർ ഹോസ്റ്റസ് ആയിരുന്നു അത്. അതെ, ഫസീല എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിലൊരു എയർ ഹോസ്റ്റസ് ആയിരുന്നു. എന്നിട്ട് അവർ പിന്നെ ഞാൻ സീറ്റിലിരുന്നതിന് ശേഷം വന്നിരുന്നിട്ട് കുറേ സംസാരിച്ചു എൻ്റെ അടുത്ത്. അവർക്കും അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അതെ. പാട്ടാണ് അവരുടെ സമയത്ത് എന്ത് ചന്തമാണ് പെണ്ണേ എന്ന് പറയുന്ന പാട്ട്. ഒരുപാട് സെലിബ്രിറ്റീസിനെ അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കാണാൻ ഉദ്ദേശിച്ച ആളെ കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതെ. ഉണ്ടല്ലോ. അത് അതെ, വേറെയാണ്. തീർച്ചയായിട്ടും. അതെ, അപ്പോൾ ഇനി അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് തീർച്ചയായിട്ടും. ഈ 90s കിഡ്സിന്റെ ഏറ്റവും വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ് ആണ് എന്ത് ചന്തമാണ് പെണ്ണെ. അത് ഈ സമയത്ത് ഇറങ്ങുന്നുണ്ടായെങ്കിൽ എങ്ങനെയായിരിക്കും? എനിക്ക് അങ്ങനത്തെ ഒരു തോട്ട്സ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു തോട്ട്സ് എനിക്ക് വന്നപ്പോഴാണ് എന്താ പറയണ്ടേ, എന്ത് ചന്തമാണ് പെണ്ണെ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ അന്ന് ഓരോ കാലഘട്ടത്തിലും ഇറങ്ങുന്ന പാട്ടുകൾ ആ സമയത്തുള്ള അപ്ഗ്രേഡഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിലൂടെ ആയിരിക്കും അത് നമ്മൾ കേൾക്കുന്നുണ്ടാവുന്നത്. പക്ഷെ അത് ഇയേഴ്സ് കഴിയും തോറും ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അപ്ഗ്രേഡ് ആയിട്ട് വരുമല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ തോന്നിപ്പോവും, അയ്യോ ആ സാധനം കേൾക്കാനൊരു അന്നത്തെ ഒരു ഫീൽ ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് തോന്നിപ്പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവമായിരുന്നു എന്ത് ചന്തമാണ് പെണ്ണെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ നമ്മുടെ രാമേട്ടനുണ്ട്. രാമേട്ടൻ എന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുടയിലുള്ളതാണ്. അവർ നമ്മുടെ ഈ സുന്ദരിയെ വാ, പിന്നെ ചെമ്പകമേ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൽബങ്ങൾ അന്ന് ഇറങ്ങിയിട്ടുള്ള എന്താ പറയണ്ടേ, ഒരുപാട് ആൽബങ്ങൾക്ക് ഇന്നും പുള്ളി എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ മഞ്ജു വാര്യരൊക്കെ പാടിയൊരു പാട്ടുണ്ടായിരുന്നു, കിം 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 തരാരരാ, ഞാനൊരു അതൊക്കെ. പാട്ടുകാരി ആയതുകൊണ്ട് കൂടുതൽ പാട്ടുകൾ ഓക്കെ, അടിപൊളി. അപ്പോൾ ആ പാട്ടൊക്കെ ചെയ്ത രാമേട്ടനുണ്ട്. അപ്പോൾ രാമേട്ടനാണ് ഈ പാട്ടുകൾക്കൊക്കെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്, ഐ മീൻ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ രാമേട്ടനെ വിളിച്ചു, രാമേട്ടാ എനിക്ക് എന്ത് ചന്തമാണ് പെണ്ണെ ആ സെയിം എന്താ അതെ. പറയണ്ടേ, സെയിം ലെങ്ത്തിൽ, സെയിം അന്ന് എന്തൊക്കെയാണോ നിങ്ങൾ യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്സ്, ആ ആ സെയിം സെയിം. ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് എനിക്ക് ഒന്നുകൂടെ എനിക്ക് അത് ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു, ഹംദാൻ അങ്ങനെ ചെയ്യുന്നതിൽ എന്താ പ്രത്യേകിച്ച് എന്താ കാര്യമുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പം ഈ സ്പോട്ടിഫൈയും സംഭവമൊക്കെയുള്ള ആളുകൾ കേൾക്കുന്നത്. അപ്പോൾ എനിക്കത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ കേൾപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു,
എടാ അന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല. പുള്ളിയുടെ ലൂപ്പിൽ അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അന്നേരം പുള്ളി പറഞ്ഞു, "നമുക്ക് നോക്കാം, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാന്ന്" പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഇത് റീക്രിയേഷൻ ചെയ്യണമെങ്കിൽ ഇത്രയും അന്നത്തെ എമൗണ്ട് അല്ലേ. ഇന്നിപ്പം അതൊക്കെ മാറി. ഇപ്പം ഒരുപാട് പൈസ അതെ. ചിലവാ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പുള്ളിയോട് ഞാൻ പറഞ്ഞു, "കുഴപ്പമില്ല. എൻ്റെ ഒരു എന്താ പറയണ്ടേ, ഇതൊരു ഒരു എവർഗ്രീൻ സാധനമാണ് 'എന്ത് അതെ. ശതമാനം പെണ്ണെ'. അതിനി എത്ര പൈസ ചിലവ് വന്നാലും നോ ഇഷ്യൂസ്. പിന്നെ ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഫൈൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഫ്ലൂട്ട് വായിച്ചിട്ടുള്ള നമ്മുടെ റിസൻ ചേട്ടനായിരുന്നു. ചിത്ര ചേച്ചിയുടെ ട്രൂപ്പിൽ ഫ്ലൂട്ട് വായിക്കുന്നവരാണ് റിസൻ ചേട്ടൻ. അന്ന് റിസൻ ചേട്ടനാണ് 'എന്ത് ശതമാനം പെണ്ണേ'ക്കൊക്കെ ഫ്ലൂട്ട് വായിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ റിസൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു, "റിസൻ ചേട്ടാ ഇങ്ങനൊരു സംഭവമുണ്ട്. എനിക്ക് ചെയ്ത് തരുമോ?" പറഞ്ഞു, "അതിനെന്താ മോനെ നമുക്ക് ചെയ്യാലോടാ. നീയൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്താ?" കുറേ നാൾക്ക് ശേഷം ഞാൻ അതെ. പുള്ളിനൊക്കെ ആയിട്ട് കണക്റ്റ് ആവുന്നത് വീണ്ടും. അങ്ങനെ പുള്ളിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. ഇങ്ങനെ പറഞ്ഞപ്പോൾ, "ഇങ്ങനൊരു സംഭവം നല്ലതാണല്ലോ" എന്ന്. എന്നിട്ട് അതേപോലെ തന്നെ ആ ഞാൻ ഫീല് സെയിം നഷ്ടപ്പെടാതെ. ചെയ്യാതെ അതെ. അതെ. പക്ഷെ അന്നും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇനി ഞാൻ പാടുന്ന സമയത്ത് എൻ്റെ സൗണ്ടിന്റെ വേരിയേഷൻ ഇത്രയും ഈ ഒരു 18 വർഷത്തെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ടൊക്കെ നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തുകൊണ്ടോ അറിയില്ല. അന്നത്തെയും ഇന്നത്തെയും എന്താ പറയണ്ടേ, ആ ഒരു പെർഫെക്ഷനോട് കൂടെ തന്നെ സെയിം കിട്ടിയിട്ടുണ്ടായിരുന്നു. സെയിം. അതെ, അതെ, അതെ. എന്നിട്ട് അന്ന് എനിക്ക് റിസൻ ചേട്ടൻ എനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്ന സംഭവമായിരുന്നു. പാട്ടിന്റെ പകരം ആ വോക്കലിന്റെ പകരം പുള്ളി അതിന് ആ പാട്ടിന് ഫ്ലൂട്ട് വായിച്ചിട്ട് കംപ്ലീറ്റ്ലി എനിക്കൊരു വെർഷൻ കൂടെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല അത്. ഈ റീക്രിയേഷനിൽ റീപ്രൈസ്ഡ് വെർഷൻ തൊട്ട് തന്നെ 'എന്ത് ശതമാനം പെണ്ണെ' റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫ്ലൂട്ട് വെർഷൻ എന്തായാലും പെട്ടെന്ന് തന്നെ എന്തായാലും അതും കൂടെ റിലീസ് ചെയ്യണം. അതെ. ഇനി മുന്നോട്ടുള്ള എന്താണ് മുന്നോട്ടേക്ക് ആഗ്രഹിക്കുന്നത്? ഇതുപോലൊക്കെ തന്നെ പോണമെന്ന് ഈ മാത്രമേ ഉള്ളൂ. രംഗങ്ങളിൽ ഇനിയും. അതല്ലാതെ എന്താ പറയണ്ടേ, ഭയങ്കരമായിട്ടുള്ള ഫിലിമിൽ ഭയങ്കരമായിട്ടുള്ള പാട്ട് പാടണം, അല്ലെങ്കിൽ ഇപ്പം ഏതൊരു സിംഗറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഫിലിമിലൊരു മൂവിയിലൊരു സോങ് പാടുക എന്നുള്ളതൊക്കെ ആയിരിക്കണം. എനിക്ക് അങ്ങനെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു എയിം ഒന്നുമില്ല. ഇല്ല. പക്ഷേങ്കിൽ എൻ്റേതായിട്ടുള്ള പാട്ടുകൾ, അതെ. അതിപ്പോൾ നമുക്ക് മൂവി തന്നെ ആവണമെന്നൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പം 'എന്ത് ചന്തമാണ് പെണ്ണേ', 'നൂറേ' പോലത്തൊക്കെ പാട്ടുകൾ, ഇപ്പം ഇറങ്ങാൻ പോകുന്ന 'പ്രേമപ്പനി' എന്ന് പറയുന്ന ആൽബം, പിന്നെ അതുപോലെ തന്നെ 'പനിമതി' എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയണ്ടേ, നമ്മളുടേതായിട്ട് നമുക്ക് രജിസ്റ്റേർഡ് ആവണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ ആളുകൾ നമ്മുടെ പാട്ടുകൾ അതെ. കേട്ടിട്ട് എങ്ങനെ രസിക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും ആളുകൾ അതേപോലെ തന്നെ അത് രസിക്കണം എന്നുള്ളൊരു അതെ. ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ എന്താ പറയണ്ടേ, മൂവിയിൽ പാടി രജിസ്റ്റേർഡ് ആവണം എന്നുള്ളൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം ഇല്ല ഒരിക്കലും. അതെ. ഇനി ഷോയുടെ അവസാനത്തിലേക്ക് വരികയാണ്. നമുക്കൊരു പാട്ടായാലോ? പാട്ടിലൂടെ നമുക്കങ്ങ് അപ്പോൾ നമുക്ക് ഇപ്പോൾ റിലീസാകാൻ പോകുന്ന 'പ്രേമപ്പനി' എന്ന് പറയുന്ന ആൽബത്തിലെ സോങ് തന്നെ പാടാം. ആയിക്കോട്ടെ. സുഹൈൽ സുൽത്താനാണ് അതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. പിന്നെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് സംഗീത് സാഗർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ മ്യൂസിക് ഡയറക്ടറാണ്. അതെ. പ്രേമത്തിൻ പനി പൂണ്ടെൻ ഹൃദയത്തിനകം പൊള്ളി ഉമ്മറക്കോലായിൽ വിറച്ചിരിക്കേ ഏലയ്ക്ക മണമുള്ള കടും കാപ്പി കലക്കിയിട്ട് മുഹബത്തിൻ ചിരിയാലെ കുടിപ്പിച്ചോളേ എന്നെ കസവിൻ്റെ തട്ടം പുതപ്പിച്ചോളേ പ്രേമത്തിൻ പനി പൂണ്ടെൻ ഹൃദയത്തിനകം പൊള്ളി ഉമ്മറക്കോലായിൽ വിറച്ചിരിക്കേ ഏലയ്ക്ക മണമുള്ള കടും കാപ്പി കലക്കിയിട്ട് മുഹബത്തിൻ ചിരിയാലെ കുടിപ്പിച്ചോളേ എന്നെ കസവിൻ്റെ തട്ടം പുതപ്പിച്ചോളേ. ഇതിൻ്റെ ഈ സോങ്ങിൽ ലാസ്റ്റ് ഫ്യൂ ലൈന് വൈഫും പാടിയിട്ടുണ്ട്. അതെ, അതെ. ഇക്കായതിൽ ഇറങ്ങാൻ പോകുന്ന ഈ സോങ്ങിന് എല്ലാവിധ ആശംസകളും താങ്ക് യു. നേരുകയും ഇക്കയുടെ മുന്നോട്ടുള്ള എല്ലാ യാത്രയിലും എല്ലാ നന്മകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്. ഏതായാലും താങ്ക് യു. ഗാലറിവിഷൻ മീഡിയയിലേക്ക് ഗസ്റ്റ് ആയിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. വൺസ് അഗൈൻ താങ്ക് യു. എല്ലാവർക്കും എന്താ പറയണ്ടേ, എന്നെ കേൾക്കുന്നവർക്കും അതുപോലെ തന്നെ ഗാലറി വിഷനിലെ കംപ്ലീറ്റ് ക്രൂ മെമ്പേഴ്സിനും പ്രത്യേകിച്ച് ഷർഫ് കാക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹം, സന്തോഷം. താങ്ക് യു. താങ്ക് യു.